ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വെറൈറ്റി മുട്ട ബജിയാണ് കേട്ടോ. മുട്ട കൊണ്ട് തികച്ചും വ്യത്യസ്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മൾ മുൻപ് ചെയ്തൊരു റെസിപ്പി തന്നെയാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഷെയർ ചെയ്തതാണ് കേട്ടോ. പിന്നെ കുറേ ദിവസമായിട്ട് കമൻസിനൊന്നും റിപ്ലൈ ചെയ്യലില്ല. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ ആദ്യം നമുക്കിതിലേക്കൊരു ബാറ്റർ വേണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ബജിയൊക്കെ ഉണ്ടാക്കാൻ മാവ് ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ നമുക്ക് മാവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ വേണ്ടത്. എന്നാലും നമുക്കിത് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. മാവ് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മുട്ട ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാനിതുപോലൊരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയാറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഇതുപോലെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ മാവിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പൊടിയായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാവിൽ ഈ ഓരോ മുട്ടയുടെ കഷ്ണങ്ങളും ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ കോട്ടിങ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്